ഡൽഹി സ്ഫോടനത്തിന് പിന്നിൽ ജെയ്ഷെ മുഹമ്മദ് ആണെന്ന സ്ഥിരീകരണം വരുന്നു. ഒരു ഭാഗത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ വരുമ്പോൾ തന്നെ ഇതിന് ശക്തമായ മറുപടിയും തിരിച്ചടിയും ഉണ്ടാകുമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിരിക്കുകയാണ്. ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് പ്രതിരോധ മന്ത്രി ഭീകരർക്ക് ശക്തമായ താക്കീതും മുന്നറിയിപ്പും നൽകിയത്. ഐസൺ ജോസിലേക്ക് പോകുകയാണ്. ഐസൺ, നമ്മളിപ്പോൾ കേട്ടത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഉറച്ച വാക്കുകളാണ്. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് ഭാരതത്തിന്റെ പ്രതിരോധ മന്ത്രി ഇതേ രാജ്നാഥ് സിംഗ് തന്നെയായിരുന്നു. അന്നും ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ നടുങ്ങി രാഷ്ട്രം നിൽക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒക്കെ പറഞ്ഞു, പ്രിയപ്പെട്ട ജനങ്ങളെ, ഇതിന് ഈ രാഷ്ട്രം തിരിച്ചടി നൽകും. നമ്മുടെ ഈ മഹത്തായ ദേശത്തിൻ്റെ പരമാധികാരത്തിന് മുകളിൽ ആരെങ്കിലും കയറി കളിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് ശക്തമായ മറുപടി ഉണ്ടാകുമെന്ന് അന്ന് ഇതേ നേതൃത്വം ഈ രാജ്യത്തെ നോക്കി പറഞ്ഞതാണ്. ആഴ്ചകൾക്ക് ശേഷം ഭാരതത്തിന്റെ പ്രത്യാക്രമണം പാകിസ്ഥാനിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ചെങ്കോട്ട ഭീകരാക്രമണത്തിന് ശേഷം ഇപ്പോൾ രാജ്നാഥ് സിംഗ് പറയുന്നു, ശക്തമായ തിരിച്ചടി ഉണ്ടാകും, കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന്. പറയൂ ഐസൻ. നടപടിയിലൂടെ ഭാരതത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ എടുക്കുക എന്ന് തന്നെയാണ് കൃത്യമായൊരു നിലപാട് ഭാരതത്തിൻ്റെ സൈനികവും സൈനികേതരവുമായ നീക്കങ്ങളിലും രാഷ്ട്രീയപരമായ നീക്കങ്ങളിലും നയതന്ത്ര തലത്തിലും ഭാരതം മുന്നോട്ട് വയ്ക്കുന്നത്. ഭീകരവിരുദ്ധമായ നിലപാട് കൃത്യമായി എടുക്കുകയും ഭീകരത രാജ്യത്തിന് ഭീഷണിയായി വരുന്ന സാഹചര്യമുണ്ടെങ്കിൽ കടുത്ത നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്ന സന്ദേശം തന്നെയാണ് നേരത്തെ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ കണ്ടത്. സമാനമായൊരു സന്ദേശം തന്നെയാണ് ഇന്ന് രാജ്നാഥ് സിംഗിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ അല്പസമയം മുമ്പാണ് നമ്മൾ മറ്റൊരു വാർത്തയെ സംബന്ധിച്ച് പരാമർശിച്ചത്. അതായത് പാകിസ്ഥാൻ്റെ വ്യോമത്താവളങ്ങളും അതുപോലെ തന്നെ സൈനിക താവളങ്ങളെല്ലാം തന്നെ ഒരു റെഡ് അലർട്ടിലാണ്. അതീവ ജാഗ്രതാ നിർദ്ദേശം ലഭിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അത്തരത്തിലുള്ള അതീവ ജാഗ്രതാ നിർദ്ദേശം അവർക്ക് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഭാരതം ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ, നേരത്തെ നടന്നതുപോലുള്ള പഹൽഗാം ആക്രമണമായാലും അതിന് കൃത്യമായ ഇടവേളയ്ക്ക് ശേഷം കടുത്ത നടപടികൾ സ്വീകരിക്കുകയും പഹൽഗാമിന് പിന്നിൽ പ്രവർത്തിച്ച ഭീകര സംഘടനകളുടെ മൊത്തം താവളങ്ങളെ തകർത്തെറിയുകയും ചെയ്തിരുന്നു. സമാനമായ രീതിയിൽ ജെയ്ഷെ മുഹമ്മദ് തന്നെയാണ് ഇന്ന് ഈ ആക്രമണം നടത്തിയത് എന്ന സൂചനകൾ ഏതാണ്ടൊക്കെ സ്ഥിരീകരിക്കാവുന്ന അല്ലെങ്കിൽ ഒരു വലിയ അളവിൽ വരെ സ്ഥിരീകരിക്കാവുന്ന ഒരു റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും രാജ്നാഥ് സിംഗിൻ്റെ വാക്കുകൾക്ക് ഏറെ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം തന്നെയാണ് ഒരു പരിധിവരെ ഇപ്പോൾ അതീവ സങ്കീർണമായ ഒരു തിരിച്ചടിയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുമെന്ന ഒരു സൂചനയിലേക്ക് എത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്നാഥ് സിംഗിൻ്റെ നിലപാട് തന്നെയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ എങ്കിൽ ഇന്നും രാജ്നാഥ് സിംഗ് മുന്നോട്ട് വയ്ക്കുന്ന നിലപാട് സമാന രീതിയിലുള്ള നിലപാട് തന്നെയാണ്. ഏത് രീതിയിലാണോ ഭാരതത്തിൻ്റെ സുരക്ഷയും അതുപോലെ തന്നെ പരമാധികാരത്തെയും ഭീകരതയെ ഉപയോഗിച്ച് പാകിസ്ഥാൻ തകർക്കാൻ ശ്രമിക്കുന്നത്, സ്വാഭാവികമായും അതേ രീതിയിൽ തന്നെ കടുത്ത നടപടി സൈനികമായി ഉണ്ടാകും. ആ കേന്ദ്രങ്ങളെയെല്ലാം തന്നെ തകർക്കുക തന്നെ ചെയ്യുമെന്ന നിലപാടും ജെയ്ഷെ മുഹമ്മദിൻ്റെ പ്രതികാര വാജ്ഞയുടെ ഭാഗമായി അവർ നടത്തിയ ചില പ്രവർത്തനങ്ങളെല്ലാം തന്നെ വലിയ തോതിൽ ഒരു ആഘാതം ഭാരതത്തിന് ഏൽപ്പിച്ചിരിക്കുന്നു എന്ന തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ രാജ്നാഥ് സിംഗിൻ്റെ കൃത്യമായ വാക്കുകൾ ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണും. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ മറുപടി, മുന്നറിയിപ്പ് ഭീകരർക്ക് എത്തുകയാണ്. ശക്തമായ തിരിച്ചടി ഉണ്ടാകും. ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരും, ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കില്ല എന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറയുന്നു. എസ് നന്ദഗോപൻ ചെങ്കോട്ടയിൽ നിന്ന് തുടരുകയാണ്. നന്ദൻ, ഡൽഹിയിൽ വളരെ സുപ്രധാനമായ ഒരു യോഗം ആരംഭിച്ചിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഔദ്യോഗിക വസതിയിൽ ഇപ്പോൾ ഉന്നതതല യോഗം തുടങ്ങിയതായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ജമ്മു കാശ്മീർ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ അമിത്ഷായ്ക്കൊപ്പമുണ്ട്. ഏതൊക്കെ വിഷയങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ യോഗത്തിൽ ചർച്ച ചെയ്യുന്നത് നന്ദൻ? മേനോൻ മാർഗിലെ അമിത്ഷായുടെ ഔദ്യോഗിക വസതിയിലാണ് ഇപ്പോൾ ഈ പ്രത്യേക യോഗം. കൃഷ്ണൻ മേനോൻ മാർഗിലെ അമിത്ഷായുടെ ഔദ്യോഗിക വസതിയിലാണ് ഇപ്പോൾ ഈ പ്രത്യേക യോഗം ആരംഭിച്ചിരിക്കുന്നത്. പ്രധാനമായും നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അതേപോലെ തന്നെ വിവിധ സേനകളുടെ CISF, CRPF, BSF, അതേപോലെ തന്നെ അസം റൈഫിൾസ്, ITBP അടക്കമുള്ള വിവിധ അർദ്ധ സൈനിക വിഭാഗങ്ങളുടെ മേധാവിമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ജമ്മു കാശ്മീർ, ഹരിയാന, ഉത്തർപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ പോലീസ് മേധാവിമാരും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ ഇപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടായത്, അതിന്റെ ഒരു തുടക്കം അല്ലെങ്കിൽ ഈ അന്വേഷണം ആദ്യഘട്ടത്തിൽ ആരംഭിച്ചത് ജമ്മു കാശ്മീരിൽ നിന്നുമാണ്. ജമ്മു കാശ്മീരിലെ അനന്തനാഗിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്നും AK-47 തോക്കും ചില സ്ഫോടക വസ്തുക്കളും ലഭിച്ചതാണ് ഈ ഒരു കേസിൽ നിർണായകമായത്. തുടർന്നാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അവിടെ നിന്നും ഈ സാധനങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് പിന്നീട് പോലീസ് ഈ അന്വേഷണം വ്യാപിപ്പിക്കുകയും അനന്തനാഗ്, അതേപോലെ തന്നെ പുൽവാമ, ഷോപ്പിയാൻ അടക്കമുള്ള മേഖലകളിൽ സമഗ്രമായ തെരച്ചിൽ നടത്തുകയും അവിടെ ഏതാനും പേരെ കസ്റ്റഡിയിൽ
കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ഫരീദാബാദിൽ ഇത്തരത്തിൽ ജെയ്ഷെ ഇ മുഹമ്മദ് പ്രവർത്തകർ രാജ്യ തലസ്ഥാനത്തടക്കം വിവിധയിടങ്ങളിൽ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ട് ഇവിടേക്ക് നീങ്ങിയത് എന്നുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നതും തുടർന്നാണ് ജമ്മുകാശ്മീർ പോലീസ് ഹരിയാന പോലീസിന്റെ സഹായത്തോടുകൂടി ഫരീദാബാദിലെത്തി ഇത്തരമൊരു ഓപ്പറേഷൻ നടത്തി ഈ ജെയ്ഷെ മുഹമ്മദിന്റെ ഭീകരന്മാരെ 7 പേരടങ്ങുന്ന 2 ഡോക്ടർമാരടങ്ങുന്ന 7 ഭീകരരെയും പിടികൂടിയും അവരിൽ നിന്നും വലിയ അളവിൽ സ്ഫോടക വസ്തുക്കളും പിടികൂടിയിട്ടുള്ളത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വസതിയിൽ 6A കൃഷ്ണമേനോൻ മാർഗിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ വളരെ സുപ്രധാനമായ ഉന്നതതല യോഗം ആരംഭിച്ചിരിക്കുകയാണ്. നന്ദഗോപനാണ് ഈ സ്ഫോടനം നടന്ന ചെങ്കോട്ടയിൽ നിന്നും വാർത്തകളുമായി തുടരുന്നത്. നമുക്ക് നന്ദനിലേക്ക് പിന്നീട് തിരിച്ചെത്താം.